CPM-ന് ഇനി തിരുത്തലുകളുടെ കാലം. കോടതി ശിക്ഷിക്കട്ടെ, അപ്പോൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ 2025 നവംബറിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എടുത്ത നിലപാടാണിത്. നല്ലോണം വേവട്ടെ എന്ന് പറഞ്ഞ് അന്ന് മാധ്യമങ്ങളെ പരിഹസിച്ച പാർട്ടി ഒടുവിൽ കോടതി വിധിക്ക് മുമ്പേ വന്ന ജനവിധിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. 100-ലധികം ദിവസം ജയിലിൽ കിടന്നിട്ടും പത്മകുമാറിനെ സംരക്ഷിച്ച പാർട്ടിക്ക് ഒടുവിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം ബോധപ്പെട്ടപ്പോഴാണ് കണ്ണു തുറന്നത്. പത്മകുമാറിനെതിരെ യഥാസമയം നടപടിയെടുക്കാത്തത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്നും കഴിഞ്ഞ ആഴ്ച MP ഗോവിന്ദൻ തന്നെ പരസ്യമായി സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വഴി അടിയന്തര സസ്പെൻഷൻ നടപടിയിലേക്ക് പാർട്ടി കടന്നത്. തോൽവിയുടെ കാരണങ്ങൾ പാർട്ടി കണ്ടെത്തിയെന്ന് അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായ പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം തേടിയിരുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കർശന നടപടി ഉണ്ടായില്ലെന്ന രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണം തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. തോൽവിയുടെ ഒരു കാരണമായി MP ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഒരാഴ്ച പിന്നീട് മുമ്പേ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് CPM. MP ഗോവിന്ദൻ നേരത്തെ പറഞ്ഞ കോടതി വിധിയൊന്നും ശബരിമല കേസിൽ വന്നിട്ടില്ല. കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കേസിൽ പുതിയതായി കണ്ടെത്തലുകളുമില്ല. കോടതി വിധി എത്തും മുമ്പ് വന്ന ജനവിധിയാണ് CPM-നെ തിരുത്താൻ നിർബന്ധിതമാക്കിയത്. പത്മകുമാറിനെതിരായ വിവാദങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കിയതായി സംസ്ഥാന സമിതി വിലയിരുത്തലിന് പിന്നാലെയാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നടപടിക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് CPM സംസ്ഥാന സമിതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും നിലവിൽ പത്മകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടില്ലെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുകയുണ്ടായി. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ അത് നീതികേടാകും എന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ സസ്പെൻഷനെന്നും CPM ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു. ആത്മകഥ എഴുതാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. CPM നടപടികളിൽ രണ്ടാമത്തെ വലിയ നടപടിയാണ് സസ്പെൻഷൻ. കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നടപടിയായി പുറത്താക്കൽ ഉണ്ടാകുമെന്നാണ് CPM പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നെങ്കിലും അതിലേക്ക് നേതൃത്വം കടന്നിട്ടില്ല. തന്നെയും IG S ശ്രീജിത്തിനെയും ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ബിന്ദുവമ്മിണി, കനകദുർഗ എന്നിവർക്ക് ദർശനത്തിന് അവസരമൊരുക്കിയതെന്ന് പത്മകുമാർ ചില സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. തനിക്കെതിരെ നടപടി ഉണ്ടാകുന്ന പക്ഷം പലതും തുറന്നു പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. സമ്മർദ്ദതന്ത്രമായി പോലും ചിലർ ഇതിനെ കണ്ടു. ഏതായാലും പുറത്താക്കൽ എന്ന കടുത്ത തീരുമാനത്തിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതവും കൂടി കണക്കിലെടുത്താണെന്ന് വ്യക്തം. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ജില്ലയിലെ സീനിയർ നേതാവെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. എന്നാൽ തന്നെ തഴഞ്ഞ പാർട്ടിയിൽ വളരെ ജൂനിയറായ മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയ നടപടി അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്യുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിലും പാർട്ടി പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായ റോൾ ഉണ്ടായില്ല. നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയതോടെ പത്മകുമാർ പാർട്ടിക്ക് വഴങ്ങി തുറന്നു പറച്ചിലുകൾ ഒഴിവാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ശബരിമല സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട 2 പ്രധാന കേസുകളിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ പ്രതി ചേർത്തിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണം മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ പത്മകുമാർ 11ാം പ്രതിയാണ്. ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിൽ 8ാം പ്രതിയായും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ 20-നാണ് അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 100-ലധികം ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്.